1500 രൂപയും ബ്രാൻഡിയും കൊടുത്ത് അഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് 1000 രൂപ കിട്ടുന്ന KSRTCയിലെ പണിക്ക് പോകേണ്ട കാര്യം കൊണ്ടുള്ളൂ. ഇത് ബിനോയ് തന്നെയാണ് പെയിന്റ് അടിക്കുന്നത്. ഞാൻ തന്നെയാണ് എന്റെ വീട് പെയിന്റ് അടിക്കുന്നതും വാഴ കൃഷി ചെയ്യുന്നതും എല്ലാം. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പെയിന്റ് അടിക്കാൻ പോയ പോരെ. KSRTC വെള്ളം ഓടിച്ചോണ്ട് വണ്ടി കൊണ്ട് പോയ വാളല്ല നിങ്ങള്. എന്റെ സുഹൃത്തെ, എന്റെ വീട്ടിൽ യഥേഷ്ടം പണിയുണ്ട്. ആ പണി ഞാൻ 1500 രൂപയും ബ്രാൻഡിയും കൊടുത്ത് അഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് 1000 രൂപ കിട്ടുന്ന KSRTCയിലെ പണിക്ക് പോകേണ്ട കാര്യം കൊണ്ടുള്ളൂ. ഇതാണ് നിങ്ങളുടെ ഷാപ്പ്? അതാണ് എന്റെ അപ്രന്റീസ്. അത് ശരി. അത് കൊള്ളാം. നേരത്തെ എന്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ? വീഡിയോ ഒക്കെ കണ്ടു. ഞാനിപ്പോ അപ്പുറത്ത് 2 തടി നോക്കാൻ വന്ന. വാളിപ്ലാക്ക് പറമ്പിലാണോ? അപ്പുറത്തെ പറമ്പില്. വാളിപ്ലാക്ക് പറമ്പിൽ അവിടെ തേക്ക് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് അതിനാ ടേപ്പ് തൊട്ട് വന്നേ. 60 ഇഞ്ച് മുകളിലുള്ള തേക്കാന്നാ കേട്ടത്. ആയിക്കോട്ടെ. അളന്നോ? അളന്നില്ല, അളക്കാൻ പോവാ. എന്നാ അത് അളന്ന് കഴിഞ്ഞിട്ടേ നമുക്ക് 2 തടി നോക്കാനുണ്ട്. മതിച്ചു തരാവോ? മതിച്ചു തരാലോ. കൃത്യമായി മതിച്ചു തരുമെന്ന് കേട്ടിട്ടുണ്ട്. കറക്റ്റ് മതിക്കുന്നതിന് കൂലിയുണ്ട്. പിഴേ കുറിഞ്ഞ് നെല്ലാപ്പാറ കരിങ്കുന്നമ്പഴി തൊടുപുഴ. ഞാൻ പണ്ട് പ്രൈവറ്റ് ബസ് കുടുവിൽ ഓടിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിങ്ങള് ഭയങ്കര മതിപ്പുമായിട്ട് ഓരോ തോട്ടത്തിൽ നിൽക്കുന്ന ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കണ്ടോ? അതാണ് ബിനോയ്. അതാണ് പൊശ്ശേരി ബിനോയ്. അല്ല, കുഞ്ഞപ്പള്ളിയെ അറിയാം. നമ്മളറിയാവുന്ന എത്ര വർഷങ്ങളായി. മാസമല്ല, കൊല്ലങ്ങള്. വർഷങ്ങള്. എന്നാ പെയിന്റ് അടിച്ചപ്പോ തീരും. ഞാന് അരമണിക്കൂർ ഉച്ചയായി സമയം ഭാഗമാണ് ഈ പാർട്ട്. ഈ പാർട്ട് ഇപ്പൊ തീരുകയാണ്. തീർന്നിട്ട് ഞാൻ താഴെ ഇറങ്ങുക. പിന്നെ ഞങ്ങള് ചോറ് കൊണ്ടുവരും, സ്മോളും കുത്തി കയറ്റിയിട്ട് അടുത്ത അടിയിലേക്ക് കിടക്കുന്ന പരിപാടി ഉള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞാലും സവാരി ഗിരി. അത് അങ്ങ് താമസിച്ചു പോയി തുടങ്ങിയത്. ഇത് നമ്മുടെ സ്ട്രോങ് ആളാ. പിന്നെ എന്റെ പണിക്ക് സമയ ക്ലപ്തതയില്ല. രാത്രി 1 മണി വരെ പെയിന്റ് അടിക്കും. സമയം നോക്കരുത്. അപ്പളേ ഇത് ഇത്ര പെയിന്റ് അടിക്കാൻ എത്ര ദിവസം വരെ എടുത്തു? ഇത്രയും പെയിന്റ് അടിക്കാന് എനിക്ക് എന്താ പറയുക, എന്റെ പണി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 1 മണി വരെ സമയം എടുക്കും. അല്ലാതെ 5 മണിക്ക് നിർത്തുന്ന പരിപാടി ഇല്ല. 5 മണിക്ക് പണിക്കാനാ നിർത്തുന്നത്. അങ്ങനെ 2 ആഴ്ച എടുത്തു. ഇപ്പൊ 2 ആഴ്ച പാനി ഉദ്ദേശിച്ച ഭാഗം മുഴുവൻ തീർത്തിട്ടേ ഞാൻ കിടക്കുള്ളൂ. അതുകൊണ്ട് അതിന്റെ സമയക്ലിപ്ത് പറയത്തില്ല. ടച്ച് പണിയല്ല, നമ്മൾ ആരെയും ബോധിപ്പിച്ച ഒരു പണിയല്ല. ഇന്നലെ 1 മണി വരെ പണത്. അത് കഴിഞ്ഞ് 2 സ്മോളും വീശിട്ട് ഒറ്റ ഉറക്കം പറഞ്ഞു. അതുകൊണ്ട് എന്നെ കൂട്ടാ. അപ്പൊ അത്രയും പരിപാടിയേ ഉള്ളൂ. അപ്പളേ ഈ KSRTCയില് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അത് കളഞ്ഞിട്ടാണോ ഈ പണി? അതാണോ മെച്ചം, ഇതാണോ മെച്ചം? സുഹൃത്തെ, 4 വർഷമായിട്ട് ഞാൻ മനസമാധാനമായി കൃഷിപ്പണി ചെയ്ത് എന്റെ വീടും മിറ്റവും പറമ്പും കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഞാന് വീടും മിറ്റവും പറമ്പിലും അല്ലാതെ എന്നെ പുറത്ത് കാണാൻ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ട് 4 വർഷമായി. നിങ്ങൾ ഓണടിക്കും. ഞാൻ റേഷൻ കട നിൽക്കുന്ന ഷാപ്പായ ഞാൻ ഓർക്കുന്നുള്ളതേ. അതുപോലെ കാവണ്ണക്കാരനാ. അതുപോലെ എനിക്കറിയാം നിങ്ങള് രാമണ്ണൻ പള്ളിയുടെ പുറകില് പുതുശ്ശേരി പാറ ഞാൻ പണ്ട് ഗുഡ്വില്ല് ഓടിച്ചോണ്ടിരുന്നതാ എന്റെ കുട്ടിക്കാലത്ത്. എനിക്കറിയാം. അന്ന് ഞാൻ നിങ്ങളെ തൊട്ട് അറിയുന്നതാണ്. ഞാൻ ലോറി ഓടിച്ചോണ്ടിരുന്ന 12 തടിയായിട്ട് ഞാൻ പെരുമ്പാവൂർ ലോറി കൊണ്ട് പോയാൽ ഞാൻ ബിനോയ്. ഇപ്പം മേലാത്തോണ്ട് ഓടിക്കുന്നില്ല. ഞാൻ ആദ്യമായി ലോറിയെ പറ്റി പറയുമ്പോ 12-10 SC ലോറി ഓടിച്ച് ആരുടെയാണെന്നറിയോ? കടനാട് പീടിയമല ജോർജ് ജോസഫ് എന്ന് പറയുന്ന വക്കൻചേട്ടന്റെയാണ്. അദ്ദേഹം കടനാട്ടിലെ പലതവണ പഞ്ചായത്ത് മെമ്പറും എന്റെ പിതാവിനെ സൈക്കിൾ ചിഹ്നത്തിനെതിരെ ആന ചിഹ്നത്തിൽ മത്സരിച്ച് 7 വോട്ടിന് ജയിച്ച ആന വക്കൻചേട്ടന് 12-10 SC സെന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ലോറി ഉണ്ടായിരുന്നു. ആ ലോറിയാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് സ്റ്റാർട്ടാക്കി ഒന്ന് ഫസ്റ്റിലോട്ടൊന്ന് ഫ്രണ്ടിലോട്ട് എടുത്തത്. അങ്ങനെ വേണം. അതാണ് കളി. ചുമ്മാ ആശാൻ എത്ര വയസ്സിലായി പരിപാടി തുടങ്ങി? പെയിന്റിങ് പണി തുടങ്ങിയത്? പെയിന്റിങ് പരിപാടി തുടങ്ങിയത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്നേരം പള്ളിക്കൂടത്ത് പോയി ഇല്ലായിരുന്നോ? ഉണ്ട്. പള്ളിക്കൂടത്തിൽ ഇംഗ്ലീഷിൽ വൈറ്റ് വാഷിംഗ് ദ ഫെൻസ് എന്ന് പറഞ്ഞ ഒരു പാഠം പഠിച്ചു. ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലിയാണ്. ഒരു വേലി ഒരു കൊച്ചു പയ്യൻ പെയിന്റ് ചെയ്യുന്നതാണ് ആ കഥ.
അപ്പോൾ പെയിന്റ് ഒന്ന് വീശുന്നു, പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ അതിലെ ചില ഭാഗങ്ങൾ തെളിഞ്ഞു വരുന്നു, വീണ്ടും അത് അടിക്കുന്നു. അങ്ങനെ വൈറ്റ് വാഷിംഗ് ദ ഫെൻസ് എന്ന് പറഞ്ഞ പാഠം പഠിച്ചു കഴിഞ്ഞത് പിറ്റേ ശനിയാഴ്ച ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ എനിക്ക് ചില പെയിന്റ് മേടിച്ചതാ, ഞാൻ ഗേറ്റ് പെയിന്റ് അടിച്ച് കാണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പെയിന്റ് മേടിച്ചു കൊണ്ടുവന്ന് തന്നു. ഇവിടെ നമ്മുടെ അപ്രന്റീസിനെ വിട്ട് പെയിന്റ് മേടിച്ചു കൊണ്ടുവന്ന് തന്നു. ഇവിടെ പണിക്ക് കൂടുന്ന ചേട്ടനെ വിട്ട് പെയിന്റ് മേടിച്ചു കൊണ്ടുവന്ന് തന്നു. ഞാൻ തന്നെ അടിച്ചു കാണിച്ചു. അമ്മ എനിക്ക് കൺഗ്രാജുലേഷൻ തന്നു. പിന്നെ 2000 കാലത്തൊന്നുമല്ല, 1989 മാർച്ച് 30 ഞാൻ SLC പരീക്ഷയെല്ലാം എഴുതി വീട്ടിലിരിക്കുക. 1989 ഏപ്രിൽ മെയ് 2 മാസം കൊണ്ട് ഈ വീട് മൊത്തം ഞാൻ പെയിന്റ് അടിച്ച് അമ്മയെ കാണിച്ചു കൊടുത്തു. അമ്മയും പപ്പായും കൂടെ പൈസ തന്നു, സാധനം മേടിച്ച് തന്നു. ഞാൻ പറയുന്നത് കേട്ടിട്ട് പറ. ആ 2 മാസം എടുത്തു. ഞാൻ തന്നെ കഴുകി. വയർ ബ്രഷ് ഇന്നത്തെ പോലെ മെഷീനൊന്നുമില്ല, മെഷീനില്ല, ചകിരിയിട്ട് കഴുകുക. വലിയ പായലൊക്കെ വയർ ബ്രഷിന് കഴുകുക. ഇരുമ്പിന്റെ സാധനം കഴുകാൻ 15 ദിവസം എടുക്കും. ഞാനൊരു കൊച്ചു പയ്യനല്ലേ ഉള്ളൂ. 1.5 മാസം കൊണ്ട് പെയിന്റ് അടിച്ച് തീർത്തപ്പോൾ എന്റെ പപ്പായും അമ്മയും കൂടെ എനിക്ക് സമ്മാനമായി 2 പവന്റെ മാല ഇട്ടു. ആ മാലയാണ് ഇപ്പൊ കരുതാ കിടക്കുന്നത്. തന്നെ അത് ഒരു കാരണവശാലും കളഞ്ഞേക്കരുത്. അങ്ങനെ പണിയെടുത്തുണ്ടാക്കിയ മാല 2 ലക്ഷം രൂപയുടെ മുതലാ. സ്വന്തം പറമ്പിൽ സ്വന്തം വീട്ടിൽ പെയിന്റ് അടിക്കാൻ നമ്മളൊക്കെ എനിക്കറിയാം. ഞാൻ ഈ കാവടത്ത് ഉണ്ടായി വളർന്നവനാ. ഉറുമാട്ടുമലയിലെ യുവസാറിന് 10-20 ഏക്കർ സ്ഥലമില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എന്റെ അമ്മ എന്റെ അപ്പനും അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അതല്ലേ വിനോയ്? ഉറുമാട്ട് മല ജോയി സാറിന് 20 ഏക്കറൊന്നും ഇല്ലായിരുന്നു, 10 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. പറഞ്ഞത് ശരി. ബിനോയ് പറഞ്ഞത് 20 ഏക്കറൊന്നും ഇല്ലായിരുന്നു. ആ സ്ഥലം കൊടുത്തു. ആ സ്ഥലം കൊടുത്തത് നേരിയ വിലയ്ക്കാണ് കൊടുത്തത്, പപ്പ കൊടുത്തത്. പക്ഷേ ഇന്നിപ്പോൾ ആ സ്ഥലം പപ്പാടെ കയ്യിൽ നിന്ന് മേടിച്ച ഒരു പാറമടക്കാർക്ക് 1 ലക്ഷങ്ങൾക്കാണ് കൊടുത്തത്. അത് തന്നെ, അതാണ് കളി. അപ്പൊ ബിനോയ് ഈ ഭാഗം അടിച്ച് തീരുന്ന മാത്രയിലാണ് വിനോയ് വന്നത്. അപ്പൊ ഞാൻ താഴെ ഇറങ്ങാണ്. ഇനി ഞാനും കുഞ്ഞേപ്പളിയനും കൂടി ഇച്ചിരി ഭക്ഷണം കഴിക്കുക. വിനോയ്ക്കും ഭക്ഷണം തരാം. അത് കഴിഞ്ഞ് എനിക്ക് 2 തേക്ക് മതിച്ച് തരുമോ? ടേപ്പും കൊണ്ട് വന്നതല്ലേ. അപ്പൊ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ മതിലിന്റെ വീതി എന്നാന്ന് നടന്നു തരാമോ? എന്നാ ഞാൻ താഴെ ഇറങ്ങാട്ടോ. പയ്യെ ഇറങ്ങാ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. അപ്പൊ കുഞ്ഞേപ്പള്ളിയാ, നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തടി ഒന്ന് മതിക്കാൻ കൂടണം. തടി മതിക്കാം. ഇന്നത്തെ പെയിന്റിങ് നമുക്ക് നിർത്തിയേക്കാം. കുഞ്ഞേപ്പള്ളിയൻ എൻ്റെ പറമ്പിൽ 2 വാഴ നട്ടിട്ടുണ്ട്. ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ആശാന്റെ പറമ്പിൽ എനിക്ക് 2 വാഴ നടാൻ സ്ഥലം തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കൂട്ടുകാരാ, നിങ്ങളുടെ സ്വന്തം പറമ്പ് പോലെ ഈ പറമ്പ് കരുതിയാൽ പോരെ, എന്നോട് ഇത്രയും ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇദ്ദേഹം ചോദിച്ചത് വെറും 2 വാഴ നടാൻ മണ്ണ് തരാമോ എന്നാണ് ചോദിച്ചത്. അതിന് ഓഹരി തരാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓഹരിയും വേണ്ട, ഒന്നും വേണ്ട, 2-ന് 20 വാഴ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് 2 റോബസ്റ്റ വെക്കാൻ അവസരം തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടത്തിക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ റോബസ്റ്റ 17 പിടലയായി ചുണ്ടൊടിച്ചു, സൂപ്പറായിട്ട് വളരുന്നു. ശരിയാണോ എന്ന് ചോദിച്ച പുള്ളിയോട്. ശരിയാണോ കുഞ്ഞപ്പള്ളിയാ? അത് ശരിയാ. വാഴയൊന്ന് കണ്ടാലോ? വാഴത്തോട്ടത്തിൽ പോയി കാണാം. വാഴത്തോട്ടത്തിൽ പോണ എന്തോരം പോണം? ഇതിന്റെ പുറയിലല്ല വാഴ. ഈ വീട് എനിക്കറിയാന്നേ. ഈ വീട് അറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ നട്ട വാഴ അറിയത്തില്ലല്ലോ. നിങ്ങളുടെ വാഴ എനിക്കത് കാണണം. ഞങ്ങൾക്ക് വാഴ കാണാം. താരാഗണങ്ങൾ നിൻ ഭൂമിഴിയിൽ, സായാഹ്നമേഘം നിന്തവിളി, താരാഗണങ്ങൾ നിൻ ഭൂമിഴിയിൽ, കുഞ്ഞപ്പള്ളിയാ, ഇത് കുഞ്ഞപ്പള്ളിയൊക്കെ മുഴുത്ത കൊലയാണല്ലോ. ഇത് കണ്ടിട്ട് എന്നെക്കാലം മുഴുത്ത കൊലയാന്ന്. 2 വാഴ വെക്കാൻ ചോദിച്ചത് സ്ഥലം. ഇത്
പറമ്പുടമസ്ഥനല്ലേ ഇതിൽ കൃഷി ചെയ്തോണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് വിനോയ് എനിക്ക് 2 തേക്കുതടി മതിച്ചു തരാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതാ. അതിനും കൂടണം അതിനും കൂടാം. ടേപ്പിന്റെ അടുത്ത് പിടിച്ചാ മതി. അപ്പോഴേ എനിക്ക് കാര്യം വയ്യാത്തോണ്ടാ. ആയിക്കോട്ടെ. അപ്പോഴേ ഫ്രിഡ്ജിനകത്ത് ഇച്ചിരി നല്ല കറി ഇരിപ്പുണ്ട്, കപ്പ ഇരിപ്പുണ്ട്. അത് കൂട്ടി നമ്മൾ ഇച്ചിരി ചോറും കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. മതി. പറഞ്ഞപോലെ പാലാഴിപ്പൂമങ്കേ പൂനിലാവിൽ തേരിറങ്ങി കുഞ്ഞേപ്പള്ളിയാ എന്തോ വിനോയ് ഇതോ. അപ്പൊ ഞാന് ഫ്രിഡ്ജിനകത്ത് നല്ല സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതൊന്ന് എടുത്ത് ഇത് മൈക്രോവേവ് എന്ന് പറയും. എനിക്കറിയാം, എന്റെ വീട്ടിലുണ്ട്. മൈക്രോവേവിനകത്ത് വെച്ചാൽ നിമിഷ നേരത്ത് അത് അടിപൊളിയായി കിട്ടും. ഞാൻ റെഡി ആയിക്കൊണ്ട് വരാം കേട്ടോ. എന്നാ എടുത്ത് ശരിയാക്കട്ടെ. നിങ്ങൾ അവിടെ ഇരിക്കുക. എല്ലാം ഭംഗി. ഇത് ചിക്കൻ ഇഷ്ടം പോലെ കറി വെച്ച് ഇവിടെ ഇരിക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. ഇത് കപ്പ, ഇത് മീൻകറി, ചുണ്ടൻ മീൻകറി. അപ്പോൾ മീൻ എടുത്തതേ കണ്ടോ, എൻ്റെ വല്യമ്മയുടെ മകന് വട്ടുപിടിച്ചു. അപ്പം ഞാൻ കപ്പ ആദ്യം ചൂടാക്കാം. ഈ മൈക്രോവേവ് ഓവനെ പറ്റി പറയുമ്പം ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പാത്രം നേരെ എന്ന് വെച്ചാൽ ശരിയാകുകയില്ല. ഇത് വേറെ പോഴ്സലൈൻ പാത്രത്തിൽ ഇട്ടിട്ട് വേണം വെക്കാൻ, ഇല്ലെങ്കിൽ കറണ്ട് സംബന്ധമായ പ്രശ്നം വരും. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, സ്റ്റീൽ പാത്രം മൈക്രോവേവിൽ വെക്കത്തില്ല. അതുകൊണ്ട് ഇത് നമ്മൾ പോഴ്സലൈൻ പാത്രത്തിൽ ഇങ്ങനെ വെക്കണം. പോഴ്സലൈൻ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് മൈക്രോവേവ് തുറന്ന് കുറേ തൽക്കാലം മതിയായിരിക്കും. വൈകിട്ട് എനിക്കും കഴിക്കാൻ വേണ്ടേ? മൊത്തം അവരെ തിരിച്ചു വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? വൈകിട്ട് എനിക്കും ഡച്ചിങ് വേണ്ട, ഡച്ചിങ്. അപ്പം ഇത് ഇങ്ങനെ മൈക്രോവേവ് തുറന്ന് ഇങ്ങനെ വെക്കണം. അതിന് പ്ലഗ് മൈലിൽ കുത്തണം. പവർ പ്ലഗിൽ ഇത് മൈക്രോവേവിൻ്റെ കണക്ഷൻ എടുത്ത് കൊടുത്തു. ഇപ്പം അത്രയും കപ്പ ഉള്ളത് കൊണ്ട് നമുക്കൊരു 90 മിനിറ്റെങ്കിലും ചൂടാകും. സംഗതി കറങ്ങാൻ തുടങ്ങി, അകത്ത് കറങ്ങാൻ തുടങ്ങി. 90 സെക്കൻഡ് കഴിയുമ്പോൾ ഞാനുണ്ടാക്കിയ കടുക് വറുത്ത കപ്പയാണ്. അത് അടിപൊളിയായിട്ട് കൂട്ടുകാരെ നമുക്ക് പുറത്തിറക്കാം. എന്നാലും നമുക്കത് കഴിക്കാം. അപ്പോൾ ഓക്കെ, ഇനി എടുക്കുക. അടിപൊളി ചൂടാം, അടിപൊളി സൂപ്പർ. ഇത് നമുക്ക് ഡൈനിങ്ങിലേക്ക് വെക്കാം. എന്നിട്ട് ചിക്കനും കൂടെ ശരിയാക്കാം. അപ്പടി പോട് 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 അസ്ഥിപ്പോട് കണ്ണാളേ. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ കയ്യിലെടുക്കാം. ഈ ചിക്കൻ ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ച ഉരിപ്പോ പോഴ്സലൈൻ പാത്രത്തിൽ ഇടണം. പോഴ്സലൈൻ പാത്രം എടുക്കാം. അപ്പോൾ സാറേ, നമുക്ക് ചിക്കൻ നമുക്ക് ചൂടാക്കാം മൈക്രോവേവിൽ. അതും ഈ പറഞ്ഞ പോലെ പോഴ്സലൈൻ പാത്രത്തിൽ ഇടണം. ഇത് പ്ലാസ്റ്റിക്കിൽ നിന്ന് അത് ഉരിപ്പോ. മനസ്സിൽ നീ ഇരിക്കരുത്, അഴകായ മനസ്സിൽ നീ ഇരിക്കരുത്, അഴകാ അപ്പടി പോട് 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 അസ്ഥി പോട് കണ്ണാളേ. ഇതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു 90 സെക്കൻഡ് അങ്ങ് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞു, റെഡി. 90 സെക്കൻഡ് കഴിയുമ്പോൾ ചിക്കൻ സൂപ്പറായിട്ട് ചൂടാക്കി കിട്ടും. നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിലങ്ങ് വെക്കും. പിന്നെ ആവശ്യത്തിന് ചൂടാക്കും. എടുക്കാനായോ? ഇങ്ങോട്ട് നോക്കാം. ഇനി കൗണ്ട് ഇടുന്ന കണ്ടോ? 11, 10, 9, 8. ഇനി 8 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ സംഗതി റെഡി. ആ 0 ആയി, സംഗതി റെഡി. അപ്പോൾ നമുക്ക് ഇതെടുത്ത് ഡൈനിങ്ങിലേക്ക് വെക്കാം. കൊഞ്ചെങ്കിളി ഇഷ്ടപ്പടി എന്നെ കട്ടിപ്പൂടി അടമയാച്ചു നാച്ച് അട അട വാ വാ വാതിയാരേ വാ